ലീവിന് നാട്ടിൽ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഇപ്രാവശ്യം മാവ് പൂത്തിട്ടുണ്ടായിരുന്നു. ലീവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് മാങ്ങ കിട്ടലുണ്ടാവില്ല എന്ന് കണക്കാക്കിയാണ് ഞാൻ നാട്ടിൽ പോണത്. എൻ്റെ കണക്കൂട്ടിലെല്ലാം തെറ്റിച്ച് ഞാൻ നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്ന് മാവിൻ്റെ ഒട്ട് പോയിക്കുമ്പോൾ മാങ്ങ മൂത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടി മാങ്ങ പറിച്ച് പഴുപ്പിക്കാൻ വെക്കല. വൈകുന്നേരം ഒരു ബക്കറ്റ് കൊടുത്ത് മാവിൻ്റെ ഒട്ടിക്കന്ന് മാവിൻ്റെ ചോട്ടിക്ക് ചെന്ന് ആദ്യം കണ്ണിൽ പെട്ടാൽ തന്നെ നല്ലൊരു പഴുത്ത മാങ്ങ. എന്നാൽ പിന്നെ അത് തിന്നിട്ട് മതി ബാക്കി പണിയും തീരുമാനിച്ച്. ഇവിടെ പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് പറക്കുക പഴുപ്പിക്കുക ഞാൻ തിന്നതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ ഓൽക്ക് കൊടുക്കുക. നല്ല മധുരമുള്ള മാങ്ങ. നാടനാണോ വയനാടനാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. സംഗതി നല്ല മധുരമുള്ള മാങ്ങ. കഴിഞ്ഞ തവണത്തെ സീസൺ കഴിഞ്ഞപ്പോൾ മുകളിലുള്ള കൊമ്പുകളെല്ലാം വെട്ടിയതുകൊണ്ട് ഇപ്രാവശ്യം അടിയിൽ മാത്രം മാങ്ങ ഉണ്ടായിട്ടുള്ളൂ. മുകളിലുണ്ടായാലും നമുക്ക് കിട്ടൂല, കാരണം അത് കുറേ കേടൊന്ന് പോകും. പിന്നെ ഏകദേശം ഒരു 30 കിലോ മാങ്ങ പറിച്ച് 3 ബക്കറ്റിലായിട്ട് 30 കിലോ മാങ്ങ പറിച്ച് റൂമിൽ കൊണ്ടുപോയി പഴുപ്പിക്കാൻ വെക്കണം. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കർട്ടൂണിൽ മാങ്ങ ഇട്ടിട്ട് നല്ല ഇൻസുലേഷൻ ചെയ്ത് നല്ല വരിഞ്ഞ് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസത്തോണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് വിങ്ങിയിട്ട് മാങ്ങ പഴുക്കും. മാങ്ങ പഴുത്താലും പഴുത്തിയില്ലെങ്കിലും എനിക്ക് എടുക്കാനുള്ള എടുത്തിട്ട് ബാക്കി കഫീലിന് കൊടുക്കുള്ളൂ. കഫീലിന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അമ്മായിൻ്റെ കുട്ടിയേക്ക് മൂത്തമ്മൻ്റെ കുട്ടിയേക്ക് ഓനക്ക് ഓരിയേക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗതിയിട്ട് പറിച്ച് പഴുപ്പിച്ച് കഴിഞ്ഞിട്ട് അമ്മായിൻ്റെ കുട്ടിയേക്ക് കൊടുക്കാൻ. അത് ശരി, നല്ല കഥ. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ഞാൻ കൊടുക്കലുള്ളൂ. അങ്ങനെ മാങ്ങ എല്ലാം പറിച്ച് കഴിഞ്ഞതിന് ശേഷം റൂമിലെത്തി നല്ലൊരു കട്ടൻ ചായ ഇട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സും കൂട്ടി നല്ലൊരു കട്ടൻ ചായ കുടിച്ച്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ചിപ്സ് ഇട്ട് പ്ലേറ്റ് നോക്കുന്നത്. ഈ പ്ലേറ്റ് നാട്ടിൽ കൊണ്ടുപോകാൻ എൻ്റെ പെണ്ണുങ്ങൾ കുറേ വാശി പിടിച്ചിട്ട് ഞാൻ കൊടുക്കും നോക്ക്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് ഒരു കുളിയെല്ലാം പാസ്സാക്കി നേരെ പുറത്തേക്ക്. വൈകുന്നേരം വെയിൽ ചൂടാറി കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഈ റോഡിലെ കാഴ്ചയും കണ്ട് റോഡിലൂടെ പോകുന്നതിൻ്റെ വണ്ടിൻ്റെ എണ്ണം കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേറൊരു വൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ കൂടെ കൂടണം.